ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതൊരു റീഡിങ്ങോ കാര്യങ്ങളോ മറ്റോ ഒന്നുമല്ല, ബട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. സോ നിങ്ങളിത് ഉറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും എന്നല്ല, മാറിയിരിക്കും എന്നുള്ളതിന് യാതൊരു ഡൗട്ടോ സംശയങ്ങളോ ഒന്നും വേണ്ട. ഉറപ്പായിട്ട് മാറും. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് അമ്പലത്തിലും പള്ളികളിലും എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിലെ ആൾക്കാരെയും പള്ളികളിലെ ആൾക്കാരെയും വരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അവർ വരെ പ്രാർത്ഥിക്കുന്ന, അവർ വരെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്. അവർ വരെ ഡിപ്പെൻഡഡാണ്. നിങ്ങളുടെ എല്ലാ ദൈവങ്ങളും, ഈ ഭൂമിയിലുള്ള എല്ലാ ദൈവചരാചരങ്ങൾ വരെ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഡിപ്പെൻഡഡാണ്. നിങ്ങൾ ഓരോ ദിവസവും ഇവരെ അനുഭവിക്കാണ്ട്, ഇവരെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നിങ്ങൾ ഒരുപാട് അമ്പലത്തിലും പള്ളികളിലും എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇവരെ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ ജീവിച്ചതിൽ നിങ്ങൾ വെറുതെ പോയി. ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. ഇപ്പോൾ പലരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്ദി ഇങ്ങനെ പറയണം, നന്ദി അങ്ങനെ പറയണം, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കാനുള്ള രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മനസ്സറിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞാണ് ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളൊരു യാതൊരു ഡൗട്ടും വേണ്ട. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും കോടിക്കണക്കിന് വർഷങ്ങൾ മുന്നേ മനുഷ്യന്മാരല്ല എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇവരാണ്. ഈ ഭൂമിയിലുള്ള ചെറിയൊരു തുമ്പിനെ പോലും, തുമ്പിയല്ല എന്തിനെങ്കിലും പോലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈൻസിനേക്കാളും എല്ലാവരെയും ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനെ കണ്ടിട്ടുള്ളൂ, എന്തിനെ കാണാണ്ട് കിടക്കുന്നു, ആരെയൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇവരെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഇവരെല്ലാവരെയും സംരക്ഷിക്കുന്ന, ഇവരെല്ലാവരും എടുത്ത് യൂസ് ചെയ്യുന്ന, ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു എനർജിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിയിട്ട് അവരെ നിങ്ങളൊപ്പം നിൽക്കും. കാരണം 100% അവർ നിങ്ങളൊപ്പം നിൽക്കും എന്നല്ല, 100% നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരും. നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫിഷാണ്, ഇറ്റ്സ് എ ഈഗോ. അതായത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതൊന്നും യൂണിവേഴ്സിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോരം സാധനങ്ങൾ ഓരോ ദിവസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊന്നും ഒന്നും കിട്ടത്തൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഞാൻ ആ ഒരു പ്രാർത്ഥനാ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നാമത്തേതെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളായ അഗ്നി, വെളിച്ചം, മണ്ണ്, വായു, ജലം. ഈ 5 പേരെ നിങ്ങളൊരു ദിവസം എന്തുമാത്രം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊരു ദിവസം കണക്കെടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എത്ര നേരം നിങ്ങൾ ശ്വാസം വലിച്ചു വിടും, എത്ര തവണ നിങ്ങൾ വെള്ളം കുടിക്കും, എത്ര തവണ നിങ്ങൾ വെളിച്ചത്തിന് ഡിപ്പെൻഡഡ് ആവും, എത്ര തവണ നിങ്ങൾ മണ്ണി ചവിട്ടി നടക്കും, എത്ര തവണ നിങ്ങൾ തീ ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ യൂണിവേഴ്സലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൈവങ്ങളെ ഈ ദൈവം വരെ ഡിപ്പെൻഡഡ് ഇവരിൽ, മനസ്സിലാകുന്നുണ്ട്? എല്ലാ ദൈവങ്ങളും ഡിപ്പെൻഡഡാണ്, എല്ലാ ഭൂമി ഡിപ്പെൻഡഡാണ് ഇവരിൽ, പഞ്ചഭൂതങ്ങളിൽ മനുഷ്യ ശരീരം എല്ലാം ഡിപ്പെൻഡഡാണ്. സോ നിങ്ങൾ കുളിക്കാൻ കയറുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പാട്ട് പാടുന്നു? നിങ്ങളുടെ സോൾ അവേക്കനിങ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളെ സോള് കൂടുതലും ഡിപ്പെൻഡഡ് ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളെ സോള് കൂടുതലും നമ്മളുമായിട്ട് അടുക്കുന്നതും നമ്മളുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു കുളിക്കാൻ നേരത്ത് വെള്ളം കാണുന്ന സമയത്ത് നമ്മുടെ സോളിനുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്. സോ അത് നിങ്ങളിപ്പം രാത്രിയോ അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ എപ്പോഴെങ്കിലും വെള്ളം കുടിക്കുന്ന സമയത്ത് ഒന്ന് താങ്ക്സ് പറഞ്ഞിട്ട് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനുള്ള പല അസുഖങ്ങളും മാറ്റിത്തരും. ഈ ഉസ്താക്കന്മാരടുത്ത് പോകുമ്പോഴും, ഈ അമ്പലത്തിൽ പോകുമ്പോഴും, ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ജപിച്ചില്ല. എന്തിനാണ് വെള്ളത്തിൽ ജപിക്കുന്നത്? വെള്ളത്തിൻ്റെ പവർ അതാണ്. വെള്ളത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചെയ്തു തരും.
തീയെടുത്ത് തിന്നാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ചെയ്തു തരും. കാരണം തീയെടുത്ത് തിന്നാൻ പറ്റത്തില്ല, അതുകൊണ്ട് വെള്ളം ചെയ്തു തരും. ഓക്കെ, ഈ എടോ ഭയങ്കര പവർഫുള്ളാണ് ഈ സാധനങ്ങൾ. നിങ്ങളത് റിയലൈസ് ചെയ്യണം. ഇതുവരെയെങ്കിലും റിയലൈസ് ചെയ്ത്, നിങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല, ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരും. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യണം. പഞ്ചഭൂതങ്ങൾക്ക് ഓരോരുത്തരും പേര് എടുത്തു പറഞ്ഞ് 1000 നന്ദി എന്ന് പറയണം. 1000 നന്ദി എന്ന് പറയണം. ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്. വെള്ളം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ? സോ വെള്ളം ഇതൊന്നും നടക്കാത്ത. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവർക്ക് നിങ്ങൾ നന്ദി പറഞ്ഞേ മതിയാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളവർക്ക് നന്ദി പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ പല കാര്യത്തിനും ഇവരെ ഒപ്പം നിൽക്കും. അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നിങ്ങൾ പോലും പ്രാർത്ഥിക്കാണ്ട് അവർ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറ്റിത്തരും, ചെയ്തു തരും. ഒരു കാര്യത്തിന് ഇറങ്ങാൻ പോകുന്ന സമയത്തായാലും ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിയലൈസ് ആവില്ല വെള്ളത്തിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി പവറാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ, ഇതിപ്പം നിങ്ങൾ ഉസ്താക്കന്മാരെടുത്തോ അല്ലെങ്കിൽ പൂജാരിമാരെടുത്തോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അവരുടെ അച്ഛന്മാരെടുത്തോ അങ്ങനെയൊന്നും പോവേണ്ട ആവശ്യമൊന്നും. നിങ്ങൾ സ്വയമേ വെള്ളം എല്ലാവർക്കും കുടിക്കാൻ പറ്റും. എല്ലാവരും കുടിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് തന്നെ. വെള്ളത്തിന് മധുരമൊന്നുമല്ല, അല്ലെങ്കിൽ വെള്ളത്തിന് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എല്ലാവരും കുടിച്ചാൽ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് തന്നെ. അപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഈ കോടിക്കണക്കിന് മേളിലുള്ള പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു താഴെ വരെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് വെള്ളം എന്ന് പറയുന്ന സാധനം. സോ ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഏത് രീതിക്ക് എടുക്കാം. നിങ്ങൾക്കിത് പൊട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ലോകമണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം റിയലൈസേഷൻ ആയില്ലെന്നുണ്ടെങ്കിൽ വൺ ഡേ നിങ്ങൾക്ക് റിയലൈസേഷൻ ആവുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ഈ വാക്കിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഡിവൈനെയും ദൈവത്തിനും യൂണിവേഴ്സിലും പ്രാർത്ഥിക്കുന്ന കണക്കല്ല ഇവർ ഭയങ്കര പവർഫുൾ. 5 പേര് ഭയങ്കര, നിങ്ങളുടെ ശരീരത്തിൽ വരെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ബ്രെയിനിലുണ്ട്, നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. 7 ചക്രാസിലും ഇത് കിടപ്പുണ്ട്. 7 ചക്രാസിലും ഇതിൻ്റെ ഫാക്ടേഴ്സ് കിടപ്പുണ്ട്. സോ ഇത് നിങ്ങൾ നന്ദി പറയാൻ വേണ്ടി നോക്കണം. ആദ്യം ഒന്നാമത്തത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, രണ്ടാമത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആളെ ഞാൻ പറഞ്ഞുതരാം, സംഭവം ഞാൻ പറഞ്ഞുതരാം. മരിച്ചിട്ട് ശാന്തി കിട്ടാതെ പോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ ഭൂമിയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ കൂടെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ഇന്ന് നിങ്ങളെ വിട്ടുപോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥ റിയലൈസേഷൻ, നിങ്ങൾക്കൊന്നും അവരെ പവർ അറിയത്തില്ല. നിങ്ങളെ സ്പിരിച്വൽ ഗൈഡ്സ്, നിങ്ങളെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി ആരെങ്കിലും ആയിരിക്കാം, അമ്മയോ അച്ഛനോ അപ്പൂപ്പനോ ആരെങ്കിലും ആയിരിക്കാം. അവർക്ക് വേണ്ടി നിങ്ങളൊരു തവണ പ്രാർത്ഥിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉപയോഗമില്ല, ഒരു ഉണ്ടയും കിട്ടില്ല നിങ്ങൾക്ക്. സത്യം പറയാം, മരിച്ചിട്ട് ശാന്തി കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടിയും നിങ്ങളെ കൂടെ ഉണ്ടായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടായിട്ട് പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അത് നിങ്ങളുടെ ബ്ലഡ് ലൈൻ മാത്രമൊന്നുമല്ല, ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആരെ പ്രാർത്ഥനയാണ്, എവിടെയാണ് ദൈവം എങ്ങനെ കേൾക്കണമെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഡിവൈൻ എങ്ങനെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് എങ്ങനെ, അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് കേൾക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സയൻസ് പരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. സയൻസ് പരം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 സാധനങ്ങൾ, അല്ലെ 3 സാധനങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും, 2 നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡിനെ ദൈവമായിട്ട് തന്നെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുതരും, മാനിഫെസ്റ്റേഷൻ ചെയ്തുതരും. നിങ്ങൾ പോലും സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് രാജാവാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഫുള്ള് കളി. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും, പല വലിയ, അതായത് മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരും റീഡിങ് ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും മേ ബി എന്നെ വന്ന് തെറി വിളിക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്, അവരിത് പൈസയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഞാനിതൊക്കെ വന്നിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് മേ ബി എന്നെ തെറി വിളിച്ചാലും എനിക്ക് സീനൊന്നുമില്ല. എൻ്റെ വാളുകൊണ്ട് ഞാൻ തിരിച്ച് തെറി വിളിക്കും, അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെയും എല്ലാത്തിനും അധിപനായ നിങ്ങളുടെ ജന്മപുണ്യമായ നിങ്ങളുടെ സോളിനെയും താങ്ക് യു പറഞ്ഞിട്ട് വേണം കിടക്കാൻ. എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾഫിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനം നിങ്ങളെ കയ്യിലോട്ടങ്ങ് കിട്ടും. മനസ്സിനൊരു ഫുൾഫിൽ വിഷസ് അങ്ങ് തോന്നും, മനസ്സിനൊരു ഫുൾഫില്ലായും തോന്നും.
സുഖമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ എണീക്കുമ്പം അടിപൊളിയായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ ബൈ, ടാറ്റ, സീ യു.